നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഭൂപരിഷ്കരണ നിയമം കേരള വികസന മാതൃകയുടെ അടിസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തെ പിന്തുടരണമെന്ന് ഹിമാചൽ റവന്യൂ മന്ത്രി ജയ്സിംഗ് നേഹി. ഡിജിറ്റൽ സർവേ വെല്ലുവിളികളെ ഇല്ലാതാക്കിയ കേരള മാതൃകയെന്ന് കേന്ദ്ര സെക്രട്ടറി മനോജ് ജോഷി. ഭൂരേഖ പരിപാലനത്തിൽ രാജ്യത്ത് ഏകരൂപം കൈവരിക്കാൻ കേരളം വഴികാട്ടിയായെന്ന് കേന്ദ്ര സർവേ ഡയറക്ടർ ഹിതേഷ് കുമാർ മക്വാന. ഉൾക്കാഴ്ചയോടെയുള്ള ഇടപെടൽ റവന്യൂ വകുപ്പിനെ ജനകീയമാക്കിയെന്ന് സ്പീക്കർ AN ഷംസീർ. വാർത്തകൾ വിശദമായി. ഭൂപരിഷ്കരണ നിയമം കേരള വികസന മാതൃകയുടെ അടിസ്ഥാനമെന്ന് മുഖ്യമന്ത്രി. കേരള വികസന മാതൃകയുടെ അടിസ്ഥാനം ഭൂപരിഷ്കരണ നിയമമാണെന്നും 1957 മുതൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നടപടികളാണ് സംസ്ഥാനത്തെ സമൂല വികസന മാറ്റങ്ങളിലേക്ക് നയിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്മാർട്ട് ലാൻഡ് ഗവേണൻസ് ഡിജിറ്റൽ സർവേ ദേശീയ കോൺക്ലേവ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ആദ്യ സർക്കാർ തന്നെ ഭൂപരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. കേരളത്തിലെ ഭൂമി തർക്കങ്ങളിൽ പ്രധാനമായും അതിർത്തി തർക്കവും വിവിധ രേഖകളിലെ വ്യത്യാസവുമാണ്. ഇവ പരിഹരിക്കുന്നതിന് സ്വീകരിച്ച സർവേ നടപടികൾ പൂർണ്ണമായും ഫലം കണ്ടിരുന്നില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഡിജിറ്റൽ ലാൻഡ് സർവേയിലൂടെ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടായി. ഡിജിറ്റൽ സർവേയിലൂടെ ഭൂപരിഷ്കരണ നടപടികളിൽ കേരളം പുതിയൊരു ഘട്ടത്തിലേക്ക് വളരുകയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും പൂർണ്ണമായും കൃത്യതയുള്ളതും സുതാര്യവുമാകും. ഭൂമി തർക്കങ്ങളിൽ ശാശ്വത പരിഹാരം ഇതിലൂടെ സാധ്യമാകും. ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. ഡിജിറ്റൽ റീസർവേ 3ാം ഘട്ടം പുരോഗമിക്കുകയാണെന്നും സെറ്റിൽമെന്റ് ആക്ട് കൂടി നടപ്പാക്കുന്നതോടെ ഭൂതർക്കങ്ങളില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഹിമാചൽ പ്രദേശ് റവന്യൂ, ഹോർട്ടികൾച്ചർ, ട്രൈബൽ വികസന വകുപ്പ് മന്ത്രി ജഗത് സിംഗ് നേഗി മുഖ്യ അതിഥിയായിരുന്നു. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, V ശിവൻകുട്ടി, KN ബാലഗോപാൽ, GR അനിൽ, AA റഹീം MP തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിച്ച 4 ദിവസത്തെ ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെഷൻ കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് അടിത്തറ പാകിയത് ഭൂപരിഷ്കരണ നിയമമാണ്. അനിവാര്യമായ ഭേദഗതി അടക്കം കാലോചിതമായ മാറ്റങ്ങൾ നേരത്തെ നിയമത്തിൽ വരുത്തിയിട്ടുണ്ട്. നമ്മളെ മാതൃകയാക്കി മറ്റു പല സംസ്ഥാനങ്ങളും സദൃശ്യമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമത്തോളം കരുത്തും വിശാലവുമായിരുന്നില്ല ഇവയൊന്നും. റവന്യൂ, സർവേ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കേരളം ഈ സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ടത്. അതിൽ ഏറ്റവും സുപ്രധാനമാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ. ഇതിലൂടെ കൃത്യതയും സുതാര്യവുമായ ഭൂരേഖ തയ്യാറാക്കുവാനും അതിർത്തി തർക്ക കേസുകൾക്ക് വിരാമമിടാനും കഴിഞ്ഞു. സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ രാജ്യത്ത് തന്നെ ആദ്യമായി യൂണിക് തണ്ടപ്പേർ സമ്പ്രദായം നടപ്പിലാക്കാനും സാധിച്ചു. ഭൂസംബന്ധമായ മുഴുവൻ നടപടികൾക്കും രേഖകൾക്കും സഹായകരമായ റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ പോർട്ടലുകൾ ഏകോപിപ്പിച്ച് എന്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടൽ രൂപീകരിച്ച് ഈ ഗവേണൻസിൽ കേരളം ലോകത്തിനു മുന്നിൽ വലിയ മാതൃക സൃഷ്ടിച്ചുവെന്നും മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി മുതൽ ഭൂമി രജിസ്ട്രേഷന് മുൻപ് തന്നെ ഭൂമിയുടെ അംഗീകൃത സ്കെച്ചും രേഖകളും ലഭ്യമാക്കുന്നതിലൂടെ ഇവ ആധാരത്തിന്റെ ഭാഗമാകും. ഇതുവഴി ഭൂമി കൈമാറ്റത്തിലെ കബളിപ്പിക്കലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കേന്ദ്ര ലാൻഡ് ആൻഡ് റിസോഴ്സ് വകുപ്പ് സെക്രട്ടറി മനോജ് ജോഷി അധ്യക്ഷത വഹിച്ചു. ഹിമാചൽ പ്രദേശ് റവന്യൂ വകുപ്പ് മന്ത്രി ജയ്സിംഗ് നേഗി ആശംസകൾ അർപ്പിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ മുഹമ്മദ് വൈ സഫീറുള്ള സ്വാഗതവും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം നന്ദിയും പറഞ്ഞു. രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 120 പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുത്തത്. വെല്ലുവിളികൾ നിറഞ്ഞ ഭൂസർവേ രംഗത്ത് രാജ്യത്തിനാകെ മാതൃകയാണ് കേരളം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര ലാൻഡ് ആൻഡ് റിസോഴ്സ് വകുപ്പ് സെക്രട്ടറി മനോജ് ജോഷി അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെഷൻ ഉദ്ഘാടനം ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസവും കെട്ടിടങ്ങളും നിറഞ്ഞ കേരളത്തിൽ യാതൊരു പിഴവുകളും സംഭവിക്കാതെ ഡിജിറ്റൽ റീസർവേ നടപടികൾ 100% വിജയിപ്പിക്കാൻ കഴിയുന്നത് അഭിനന്ദനാർഹമാണ്. മികച്ച സോഫ്റ്റ്വെയർ സംവിധാനമാണ് കേരളം ഉപയോഗിക്കുന്നത്. ആന്ധ്ര, ആസാം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾ റീസർവേ ആരംഭിച്ചെങ്കിലും ഇത്രയും കൃത്യതയോടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. മറ്റിടങ്ങളിൽ ഏരിയൽ ഫോട്ടോകൾക്കും ഡ്രോൺ ഷൂട്ടിനും വലിയ പ്രതിസന്ധികളുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് വളരെ ഫലപ്രദമായാണ് പൂർത്തിയാക്കുന്നത്. ഉപകരണങ്ങളുടെ മികവിൽ മാത്രമല്ല, സർവേ റവന്യൂ ജീവനക്കാരുടെ കൂട്ടായ്മയും കഴിവും എടുത്തു പറയേണ്ടതാണെന്നും കേന്ദ്ര സെക്രട്ടറി പറഞ്ഞു. ഭൂഭരണത്തിലും ഭൂപരിപാലനത്തിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേരള മോഡലിനെ പിന്തുടരണമെന്ന് ഹിമാചൽ പ്രദേശ് റവന്യൂ ഗോത്രവർഗ വകുപ്പ് മന്ത്രി ജയ്സിംഗ് നേഗി. ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മോഡലിനെ അടിസ്ഥാനമാക്കി ഹിമാചൽ പ്രദേശിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. വലിയ വെല്ലുവിളിയാണ് ഇക്കാര്യത്തിൽ ഹിമാചലിനെ സംബന്ധിച്ചുള്ളത്. എന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ഊർജമാണ് കേരളം. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾക്ക് രൂപം നൽകിക്കൊണ്ട് ഹിമാചലിലെ ജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള ഇടപെടലുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും ജയ്സിംഗ് നേഗി പറഞ്ഞു. ഭൂരേഖ പരിപാലനത്തിൽ രാജ്യത്ത് ഏകരൂപം കൈവരിക്കാൻ കേരളം വഴികാട്ടിയായെന്ന് കേന്ദ്ര സർവേ ഡയറക്ടർ ഹിതേഷ് കുമാർ മക്വാന. രാജ്യത്താകമാനം ഭൂരേഖ പരിപാലനത്തിൽ ഏകരൂപവും കാര്യക്ഷമതയും ഉറപ്പാക്കാനുള്ള സർവേ ഓഫ് ഇന്ത്യയുടെ ശ്രമങ്ങളെ സഹായിക്കുന്നതാണ് കേരളത്തിന്റെ ഈ രംഗത്തെ മുൻകൈകളെന്ന് ഇന്ത്യൻ സർവേയർ ജനറൽ ഹിതേഷ് കുമാർ മക്വാന അഭിപ്രായപ്പെട്ടു. കോവളത്ത് നടന്ന ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിൽ ജിയോസ്പേഷ്യൽ ഇന്നവേഷൻസ്, ഇൻഡസ്ട്രി സൊല്യൂഷൻസ് ആൻഡ് അഡ്വാൻസ്മെന്റ് എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപരിപാലനത്തിൽ മാത്രമല്ല ഭൂഭരണത്തിലും കേരളം ഒരു വഴികാട്ടിയാണെന്നും മക്വാന പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സർവേ പദ്ധതികളായ DIRMP, നക്ഷ എന്നിവയുടെ അനുഭവങ്ങൾ കേന്ദ്ര ലാൻഡ് റെക്കോർഡ്സ് ജോയിന്റ് സെക്രട്ടറി കുനാൽ സത്യാർത്ഥി വിവരിച്ചു. പട്ടണ പ്രദേശങ്ങളിലാണ് നക്ഷ പോലുള്ള സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സർവേ മാതൃകയെക്കുറിച്ച് സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു, എന്റെ ഭൂമി പദ്ധതിയുടെ അനുഭവങ്ങൾ പങ്കുവച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഹമ്മദ് സഫീറുള്ള, ആന്ധ്രാപ്രദേശിലെ സർവേ നടപടികൾ വിവരിച്ച ആന്ധ്ര അഡീഷണൽ ചീഫ് കമ്മീഷണർ N പ്രഭാകര റെഡ്ഡി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി MD K ജീവൻ ബാബു, കേരള രജിസ്ട്രേഷൻ IG ശ്രീധന്യ സുരേഷ് എന്നിവരും വിവിധ സെഷനുകളിൽ സംസാരിച്ചു. കേരളത്തിന്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹാരം കണ്ടെത്തുന്ന റവന്യൂ വകുപ്പിന്റെ ഭൂഭരണ നടപടികൾ മാതൃകയാണെന്ന് സ്പീക്കർ AN ഷംസീർ. ഉൾക്കാഴ്ചയോടെയുള്ള ജനപക്ഷ ഇടപെടലുകൾ ദീർഘകാലമായി പരിഹാരം കാണാതെ കിടന്ന നിരവധി ജനകീയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായി സ്പീക്കർ പറഞ്ഞു. റവന്യൂ സർവേ വകുപ്പുകൾ സംഘടിപ്പിച്ച ഡിജിറ്റൽ റീസർവേ നാഷണൽ കോൺക്ലേവിന്റെ ഡെലിഗേറ്റ് സെഷനുകളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയുടെ വികസനത്തിനുൾപ്പെടെ ആവശ്യമായി വന്ന ഭൂമി ആക്ഷേപങ്ങളില്ലാതെ അനായാസമായി ഏറ്റെടുത്തു നൽകാൻ റവന്യൂ വകുപ്പിന് കഴിഞ്ഞു. ഭൂതർക്കങ്ങളില്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റാൻ കഴിയുന്ന ഡിജിറ്റൽ റീസർവേയും ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒറ്റ ക്ലിക്കിൽ സാധ്യമാക്കുന്ന എന്റെ ഭൂമി ഏകജാലക പോർട്ടലും മാതൃകയാക്കി സ്വീകരിക്കാൻ ഇത്രയധികം സംസ്ഥാനങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുന്നത് അഭിമാനകരമാണെന്നും സ്പീക്കർ പറഞ്ഞു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി P അമുദു, ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഹമ്മദ് സഫീറുള്ള, സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന മന്ത്രിമാരായ P രാജീവ്, GR അനിൽ, MB രാജേഷ് എന്നിവർ കോൺക്ലേവിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.